HSA ഇംഗ്ലീഷിന് വേണ്ടി നമ്മൾ നടത്തുന്ന മോക്ക് ടെസ്റ്റ് സീരീസിലെ 4ാമത്തെ മോക്ക് ടെസ്റ്റാണിത്. ഈ പറയുന്ന മോക്ക് ടെസ്റ്റിലെല്ലാം നമ്മൾ തയ്യാറാക്കിയത്, അതായത് രഞ്ജിസ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലേണിംഗ് ആപ്പ് തയ്യാറാക്കിയ 5000-ൽ പരം MCQs അടങ്ങുന്ന PDF സെറ്റിന്റെ ആ PDF സെറ്റിൽ നിന്നും സെലക്ട് ചെയ്ത ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ PDF സെറ്റ്, അതായത് 5000-ൽ പരം മോക്ക് ടെസ്റ്റുകളും ഒപ്പം തന്നെ അതിൻ്റെ ആൻസർ കീ ഉൾപ്പെടുന്ന ഈ PDF സെറ്റ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ താഴെ നമ്മുടെ വാട്സപ്പിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ മോക്ക് ടെസ്റ്റിൽ കോൾറിഡ്ജിൻ്റെ ബയോഗ്രഫി ലിറ്ററേച്ചർ ചാപ്റ്റർ 14 എന്ന് പറയുന്ന നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കായ പറയുന്ന ഭാഗത്തു നിന്നും 15 ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെയ്തതുപോലെ ആദ്യം ഞാൻ ക്വസ്റ്റ്യനും ഓപ്ഷൻസും വായിക്കും. ആ സമയം കൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആൻസർ നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ പേപ്പറിലോ രേഖപ്പെടുത്തുക. അതിനുശേഷം ഈ മോക്ക് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും വായിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ആൻസർ കീയിലേക്ക് വരും. ആ ആൻസർ കീ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ആൻസറും നമ്മളുടെ ആൻസർ കീയും തമ്മിൽ താരതമ്യം ചെയ്യുക. അതിൽ നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയായി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, എന്തായാലും നമുക്കിവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. നോക്കുക. ദ പവർ ഓഫ് എക്സൈറ്റിംഗ് ദ സിമ്പതി ഓഫ് ദ റീഡർ by a faithful adherence to the truth of nature and the power of giving the interest of novelty by the modifying colors of imagination. ഇതൊരു കോട്ട്സ് ആണ്. നമ്മൾ ഈ പറയുന്ന ഭാഗത്തെ ഓരോരോ കൊട്ടേഷൻസ് ആണിത്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ചോദ്യം എന്താ? വാട്ട് ആർ ദീസ് 2 powers റെഫറിങ് ടു? ഇവിടെ 2 പവേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണെന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ദ കാർഡിനൽ പോയിന്റ്സ് ഓഫ് പോയട്രി, ദ എലമെന്റ്സ് ഓഫ് പ്രോസ്, ദ റൂൾസ് ഓഫ് ഫിലോസഫി, ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻസ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് വായിക്കുമ്പോൾ തന്നെ ഒരുമാതിരി പഠിച്ചു കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ നല്ല രീതിയിൽ റിവൈസ് ചെയ്തവർക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. നമ്മൾ നമ്മുടെ പരീക്ഷകളിൽ, യഥാർത്ഥ പരീക്ഷയിൽ പോലും ഒരു ക്വസ്റ്റിന് 1 മിനിറ്റിൽ താഴെയുള്ള സമയമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നോക്കുക. ദ പവർ ഓഫ് എക്സൈറ്റിംഗ് ദ സിമ്പതി ഓഫ് ദ റീഡർ ബൈ എ ഫെയ്ത്ത്ഫുൾ അഡ്ഹറൻസ് ടു ദ ട്രൂത്ത് ഓഫ് നേച്ചർ ആൻഡ് ദ പവർ ഓഫ് ഗിവിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് നോവൽറ്റി ബൈ ദ മോഡിഫൈങ് കളേഴ്സ് ഓഫ് ഇമാജിനേഷൻ. ഇവിടെ ചോദ്യം വാട്ട് ആർ ദീസ് 2 powers റെഫറിങ് ടു? ഇതിന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആൻസർ രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്ത ചോദ്യം. ദാറ്റ് ബിൽഡിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് ഫോർ ദ മൊമെന്റ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട്സ് പോയറ്റിക് ഫെയ്ത്ത്. വാട്ട് ഡസ് കോൾറിഡ്ജ് മീൻ ബൈ പോയറ്റിക് ഫെയ്ത്ത്? ഇതാണ് ചോദ്യം. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എ റിലീജിയസ് ബിലീഫ് ഇൻ പോയട്രി, എ ടെമ്പററി അക്സെപ്റ്റൻസ് ഓഫ് ദ അൺറിയൽ as real, a critic of Wordsworth's style, a philosophical argument. ഇങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് എളുപ്പമുള്ള ചോദ്യമാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആൻസർ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം. ദ സഡൻ ചാം വിച്ച് ആക്സിഡൻസ് ഓഫ് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് വിച്ച് മൂൺലൈറ്റ് ഓർ സൺസെറ്റ് ഡിഫ്യൂസ്ഡ് ഓവർ എ നോൺ ആൻഡ് ഫെമിലിയർ ലാൻഡ്സ്കേപ്പ് appear to represent the practicability of combining both. What does Coleridge suggest is combined here? Okay, then the sudden charm, which accidents of light and shade, which moonlight or sunset diffused over a known and familiar landscape, appear to represent the practicability of combining both. അപ്പോൾ ചോദ്യം ഇതാണ്. What does Coleridge suggest is combined here? ട്രൂത്ത് ആൻഡ് ബ്യൂട്ടി ആണോ, സിമ്പതി ആൻഡ് നോവൽറ്റി ആണോ, ഇമാജിനേഷൻ ആൻഡ് റീസൺ ആണോ, അതോ നേച്ചർ ആൻഡ് ആർട്ട് ആണോ? അടുത്ത ചോദ്യം. ദ ലാംഗ്വേജ് ഓഫ് റിയൽ ലൈഫ്. വാട്ട് ഡസ് കോൾറിഡ്ജ് തിങ്ക് ഓഫ് ദിസ് ഫ്രേസ് യൂസ്ഡ് ബൈ വേർഡ്സ്വർത്ത്? ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പോയറ്റിക് ലാംഗ്വേജ്. ഇറ്റ് ഈസ് ആൻ ഇക്വിവോക്കൽ എക്സ്പ്രഷൻ. ഇറ്റ് ഈസ് അൺനെസസറി ഇൻ പോയട്രി. ഇറ്റ് ഈസ് സുപ്പീരിയർ ടു പോയറ്റിക് ലാംഗ്വേജ്. ഇതാണ് ഓപ്ഷൻസ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എൻ്റെ ആൻസർ അറിയാം. നിങ്ങൾ എൻ്റെ ആൻസർ രേഖപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം. A poem contains the same elements as a prose composition. The difference, therefore, must consist in a different combination of them. What is the key difference between a poem and prose according to Coleridge? നോക്കുക. The use of rhyme, the combination of elements, the length of the composition, the subject matter. ഇങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. The reader should be carried forward not merely or chiefly by the mechanical impulse of curiosity or by a restless desire to arrive at the final solution,
but by the pleasurable activity of mind excited by the attractions of the journey itself. What does Coleridge emphasize about the reader's experience? ഇതാണ് ചോദ്യം. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? The reader should focus on the final solution. The reader should enjoy the journey, not just the destination. The reader should skip irrelevant parts. The reader should analyze the meter first. ഇതിനകത്ത് ഏതായിരിക്കും ആൻസറായി വരിക? നിങ്ങൾ രേഖപ്പെടുത്തി ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത്, എ പോയം ഈസ് ദാറ്റ് സ്പീഷീസ് ഓഫ് കോമ്പോസിഷൻ which is opposed to works of science by proposing for its immediate object pleasure, not truth. What is the immediate object of a poem according to Coleridge? ഇതാണ് ചോദ്യം. നോക്കാം, ട്രൂത്ത് ആണോ, പ്ലഷർ ആണോ, ഇൻസ്ട്രക്ഷൻ ആണോ, ക്രിറ്റിസിസം ആണോ? നിങ്ങൾ ഏതായിട്ടുള്ള ആൻസർ നിങ്ങൾ രേഖപ്പെടുത്തി ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, ഇമാജിനേഷൻ ദ സോൾ ദാറ്റ് ഈസ് എവരിവെയർ ആൻഡ് ഇൻ ഈച്ച് and forms all into one graceful and intelligent whole. What does Coleridge say about imagination? ആണ് ചോദ്യം. It is unnecessary. It is a soul of poetic genius. It should be controlled by reason. It is irrelevant. ഇതിന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, The poet described in ideal perfection brings the whole soul of man into activity. What's the role of the poet according to Coleridge? ഇതാണ് ചോദ്യം. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. To focus on historical events, to bring the whole soul of man into activity, to avoid imagination, to focus on meter. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആൻസർ രേഖപ്പെടുത്തി ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, Judgment ever awake and steady self-possession with enthusiasm and feeling profound or vehement. What does Coleridge say about judgment in poetry? Options കൊടുത്തിട്ടുണ്ട്. It should be absent. It should be ever awake and steady. It should dominate imagination. It is irrelevant. ഞാനാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഏതായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇനി അടുത്ത ചോദ്യം, The sense of novelty and freshness with the old and familiar objects. What does Coleridge say about novelty in poetry? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? It is unnecessary. It should be combined with familiarity. It should dominate the poem. It is irrelevant. ഇനി അടുത്തത്, Fancy is drapery. What does Coleridge say about fancy? നോക്കുക, It is a soul of poetry. It is a drapery of poetic genius. It is unnecessary. It is superior to imagination. അതേതായിരിക്കും ശരിയായി വരിക? ആൻസർ നിങ്ങൾ രേഖപ്പെടുത്തി ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, The office of philosophical disquisition consists in just distinction, while it is the privilege of the philosopher to preserve himself constantly aware. That distinction is not division. Okay, what does Coleridge say about philosophy? Options നോക്കുക. It is the same as poetry. It serves a different purpose than poetry. It's superior to poetry. It is irrelevant. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതേതായിരിക്കും ആൻസറായി വരിക. അടുത്ത ചോദ്യം, The composition will be a poem merely because it is distinguished from prose by meter or by rhyme. What is the lowest sense in which a composition can be called a poem? No options. It communicates truth. It uses meter or rhyme. It tells a story. It evokes emotion. ഇതിനകത്ത് ഏതായിരിക്കും ആൻസറായി വരിക? അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Okay, the poet described in ideal perfection brings the whole soul of man into activity, with the subordination of its faculties to each other according to the relative worth and dignity. What does Coleridge say about the poet's mind? Options നോക്കാം. It should be passive. It should be active and imaginative. It should focus on historical events. It should avoid imagination. ഞാനാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏതായിരിക്കും ആൻസറായി വരിക? ഓക്കെ, അപ്പം എന്തായാലും ഈ പറയുന്ന 15 ക്വസ്റ്റിൻ്റെയും ആൻസർ നിങ്ങൾ രേഖപ്പെടുത്തി ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ആൻസർ കീയിലേക്ക് പോകാം.
അപ്പോൾ ഇതിനകത്ത് നോക്കുക, ഈ പറയുന്നതിനകത്ത് മൊത്തത്തിൽ ഏകദേശം ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങൾക്ക് തന്നെയാണ്. അതിനകത്ത് 50 ചോദ്യങ്ങളാണ് മാത്രമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നോക്കാം, നമുക്ക് ആൻസേഴ്സ് നോക്കാം. ആദ്യത്തെ ആൻസർ എ ആണ്, അതായത് കാർഡിനൽ പോയിന്റ്സ് ഓഫ് പോയട്രി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നിങ്ങളുടെ ആൻസർ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആൻസർ നോക്കുക, അത് തന്നെയാണോ എന്ന് നോക്കുക. അടുത്തത് എ ടെമ്പററി അക്സെപ്റ്റൻസ് ഓഫ് ദ അൺറിയൽ ആസ് റിയൽ. അടുത്ത ഉത്തരം സിമ്പതി ആൻഡ് നോവൽറ്റി. നാലാമത്തെ ആൻസർ ഇറ്റ് ഈസ് ആൻ എക്വിവോക്കൽ എക്സ്പ്രഷൻ. അടുത്തത് അഞ്ചാമത്തതാണ്, അതെന്താണ്, ദ കോമ്പിനേഷൻ ഓഫ് എലമെന്റ്സ്. ഈ ആൻസർ സിക്സ്ത് ആൻസറിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ദ റീഡർ ഷുഡ് എൻജോയ് ദ ജേർണി നോട്ട് ജസ്റ്റ് ദ ഡെസ്റ്റിനേഷൻ. 7 ബി ആണ്, പ്ലഷർ ആണ് ആൻസർ. ഓക്കെ, ഇനി എട്ടാമത്തെ ഇറ്റ് ഇസ് സോൾ ഓഫ് പോയറ്റിക് ജീനിയസ്. 9 ടു ബ്രിങ് ദ ഹോൾ സോൾ ഓഫ് മാൻ ഇൻ ടു ആക്ടിവിറ്റി. ഈ 10ാമത്തത് ഇറ്റ് ഷുഡ് ബി എവർ അവേക്ക് ആൻഡ് സ്റ്റഡി. 11 ഇറ്റ് ഷുഡ് ബി കമ്പൈൻഡ് വിത്ത് ഫെമിലിയാരിറ്റി. 12 ഇറ്റ് ഇസ് ദ ഡ്രേപ്പറി ഓഫ് പോയറ്റിക് ജീനിയസ്. 13ാമത്തത് ഇറ്റ് സെർവ്സ് എ ഡിഫറെന്റ് പർപ്പസ് ദാൻ പോയട്രി. ഇനി 14ാമത്തെ എന്താണ്, ഇറ്റ് യൂസസ് മീറ്റർ ഓർ റൈം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ എന്തായിരുന്നു, ഇറ്റ് ഷുഡ് ബി ആക്റ്റീവ് ആൻഡ് ഇമാജിനേറ്റീവ്. ബാക്കി എല്ലാത്തിൻ്റെ ആൻസർ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്തിയ ആൻസറുകളെല്ലാം ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഈ 15 എണ്ണത്തിലൊരു 12 അല്ലെങ്കിൽ 13 അത്രയും മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെയാണ്. അതിൽ കുറഞ്ഞു പോയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഭാഗം, ഈ പോർഷൻ നല്ലതുപോലെ വർക്കൗട്ട് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പറയുന്ന 5000-ൽ പരം മോക്ക് ടെസ്റ്റ് അടങ്ങുന്ന MCQ അടങ്ങുന്ന PDF നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുവഴി ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.